ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഇൻഹെറിറ്റേഴ്സ് എന്ന് പറഞ്ഞ വില്യം ഗോൾഡിങ്ങിൻ്റെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടാണ്. അതിൽ പറയുന്നത് ഇതൊരു കഥയാണ്. നിയാൻഡർതാൽസ്, ഗ്രൂപ്പ് ഓഫ് നിയാൻഡർതാലിൻ്റെ ഒരു കൂട്ടം, അതിനെപ്പറ്റി പറയുന്ന ഒരു കഥയാണ്. നിയാൻഡർതാൽസ് ആരാണെന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ ആളുകളെ പോലുള്ള ആളുകൾ, അവരെ പറ്റിയിട്ടുള്ള കഥ. അതായത് ഒരുപാട് കാലം മുൻപ് ജീവിച്ചിരുന്ന പണ്ടത്തെ ആളുകൾ, അവരെ പറ്റിയിട്ടുള്ള കഥ. അവരെയാണ് നിയാൻഡർതാൽസ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നത്. അവരെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ജെൻറ്റിലാണ്. അവർ പ്രകൃതിയോട് ഇണങ്ങി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒരു ദിവസം അവർ വേറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കണ്ടുമുട്ടാണ്. അവരെ പറ്റി പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്, ഫയർ ഉണ്ട്. അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ ഒരു കൈൻഡായിട്ടുള്ള ആൾക്കാരല്ല. അവർ ദേ സ്റ്റാർട്ട് ടു ടേക്ക് ഓവർ ദ ലാൻഡ്. ഇവരുടെ ഭൂമി അവരെടുക്കാൻ തുടങ്ങി. നിയാൻഡർതാൽസ് താമസിച്ചിരുന്ന ഭൂമി അവർ കൈയടക്കാൻ തുടങ്ങി. നിയാൻഡർതാൽസിനെ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ, അവർക്ക് ഈ പുതിയ കൂട്ടം ആളുകളെ മനസ്സിലാകുന്നില്ല. അവർക്ക് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിയാൻഡർതാൽസ് അവിടെ നിന്ന് പുഷ്ഡ് ഔട്ട് ആവാണ്. അവർ കാണാതെ ആകുകയാണ് പുതിയ കൂട്ടം ആളുകൾ വന്നതോടുകൂടി. അതാണ് കഥ. അപ്പോൾ ഈ സ്റ്റോറി ഷോസ് ഹൗ സംടൈംസ് ന്യൂ ആൻഡ് സ്ട്രോങ്ങർ ഗ്രൂപ്പ്സ് ക്യാൻ ടേക്ക് ഓവർ ഈവൺ ഇഫ് ദ ഒറിജിനൽ വൺസ് വെയർ പീസ്ഫുൾ ആൻഡ് കൈൻഡ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആ ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകളാണ് നിയാൻഡർതാൽസ്. അവർ നല്ല മനുഷ്യരായിരുന്നു. പീസ്ഫുൾ കൈൻഡായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരായിരുന്നു ഒറിജിനൽ ആൾക്കാർ. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആൾക്കാർ വന്നാൽ, കുറച്ചും കൂടി സ്ട്രോങ്ങർ ഗ്രൂപ്പ് വന്നാൽ അവർക്കെല്ലാം പിടിച്ചടക്കാം. അതാണ് ഇതിൽ പറയുന്നത്.